നമസ്കാരം. നമസ്കാരം. ആരെങ്കിലും ഒരാൾ വരുമെന്ന് കരുതിയാണ് ഞാൻ 3 പേരെ വിളിച്ചത്. പക്ഷെ ഇപ്പഴാണ് എനിക്ക് മനസ്സിലായത് 3 പേർക്കും പണിയിലാണ്ടിരിക്കുന്നു. അല്ല എന്തായാലും അതല്ല അത് മാത്രല്ല, നമ്മൾ ഇങ്ങനെ വരുമ്പോഴാണ് നമുക്ക് ഫ്രീ ആയിട്ട് എന്തെങ്കിലും കിട്ടുള്ളൂ. ബാക്കി എല്ലാ സ്ഥലത്തും ക്യാഷ് കൊടുക്കണമല്ലോ. അത് ശരിയാണ്. കോഫി ഷോപ്പിന്റെ ഇനാഗ്രേഷൻ ഒക്കെ വരുമ്പോ നമുക്ക് എന്തെങ്കിലും നല്ല കോഫിയും കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും തന്നിരിക്കും. അപ്പൊ നിങ്ങൾ 3 പേരും വന്നതിൽ അതിയായ സന്തോഷം. ഈ കോവിഡിന്റെ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് ഞാൻ തുടങ്ങിയേക്കുന്ന ഒരു ഇതാണ്. ഡിസ്റ്റൻസ് ഒക്കെ കറക്റ്റ് കീപ്പ് എല്ലാം കീപ്പ് ചെയ്യുന്നുണ്ട്, എല്ലാം പാലിച്ചുകൊണ്ടാണ്. അപ്പൊ നിങ്ങളുടെ 3 പേരുടെ സഹകരണം. പുതിയ പടമൊക്കെ തുടങ്ങാൻ പോകണമെന്ന് ഞാൻ അറിഞ്ഞ് അപ്പൊ ആ ലൊക്കേഷനിലേക്ക് വേണമെങ്കിൽ നമ്മുടെ ഫുഡ് തരാനായിട്ട് നമ്മുടെ കാറ്ററിംഗ് സർവീസിനെ നമ്മൾ ഏർപ്പെടുത്താം. അല്ല, അവിടെ ഓൾറെഡി മെസ് ഉണ്ട്. അല്ലേക്കാ നമ്മള് ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെ ഒരു അവസ്ഥയിൽ നിൽക്കുകയാണ്. അവിടെ നിന്ന് ഒരു അതിജീവിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ല, ഓൾറെഡി മെസ് ഉണ്ടല്ലോ. ഇപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് കൂടാതെ ഇക്കൊക്കെ ഇപ്പൊ സംവിധാന മികവ് തോന്നിക്കാൻ വേണ്ടി കോഫി, പ്രത്യേകതരം കോഫി ഞാൻ റെഡിയാക്കുന്നുണ്ട്. എന്ത് സംവിധാനം? നമ്മുടെ തലയിൽ തോന്നിക്കാൻ വേണ്ടിട്ട്, കൂടുതൽ ഭാവന വരുത്താൻ വേണ്ടിയിട്ട്. ഓ ശരി. അതിന് പ്രത്യേകതരം കോഫി ഉണ്ട്. അത് കൂടാതെ സ്ക്രിപ്റ്റിലൊക്കെ കയറി ഇടപെടാനും കോൺട്രിബ്യൂഷൻ ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള അത് ഇല്ലാതിരിക്കാൻ കോഫി കുടിക്കാതിരിക്കില്ല ഭേദം. എന്താ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് സ്ക്രിപ്റ്റ് റൈറ്റർ ഒക്കെ എഴുതി വെച്ചിരിക്കുന്ന സാധനം ഞാൻ കയറിയിട്ട് അതിനകത്ത് ഇടപെട്ട് അത് വെട്ടിത്തിരുത്തി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു ചീത്തപ്പേര് വരുത്തണോ? വെറുതെ അവരുടെ ജോലിയിൽ കൈയിട്ട് വരേണ്ട കാര്യമില്ല. എന്തെങ്കിലൊക്കെ തന്ന് നമ്മളെ ഒന്ന് രക്ഷപ്പെടുത്തണം. അല്ല, നമ്മൾക്ക് പാര പണിയാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ആ കോഫി തരുന്നത്. മനസ്സിലായി? അല്ല ഒരിക്കലല്ല, ഇക്കടെ നല്ലതിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഞാൻ എറണാകുളത്ത് വന്നപ്പോ പുട്ടി കയറി ഫുഡ് കഴിച്ചിട്ടുണ്ട്. അപ്പൊ അവിടെ ഈ പുട്ടുകൾക്കൊക്കെ ദിലീപേട്ടന്റെ പടത്തിന്റെ പേരാണ് മീശവാദവും പുട്ട്, മര്യാദയാവും പുട്ട്. അത് കണ്ടപ്പോ എനിക്കൊരു ഐഡിയ തോന്നി. എന്താണ്? എന്റെ കോഫികൾക്ക് ഇക്ക സംവിധാനം ചെയ്ത പടങ്ങളുടെ പേരിട്ടാലോ എന്ന്. അമർ അക്ബർ കോഫി, പിന്നെ മേരാ നാം ഷാജി ചായ എന്നൊക്കെ പറഞ്ഞിട്ടല്ലേ കട്ടപ്പനയിലെ കോഫി. കട്ടപ്പനയിലെ കോഫി. വേണ്ട എന്താണ് ഇപ്പൊ ആ പടത്തിനൊക്കെ നല്ല പേരുണ്ട്. ഇനിയിപ്പോ അത് ആ പേര് കോഫി കുടിച്ച് ചീത്തയാക്കേണ്ട കാര്യമില്ല. ഇതാണ് കുഴപ്പം. ഒരാളെ രക്ഷപ്പെടുത്താന്ന് കരുതി കഴിഞ്ഞാൽ അല്ല വേണ്ട, ആ കോഫിക്ക് ആ പേരിടണ്ട. എന്തായാലും ഞാൻ ലൊക്കേഷനിൽ വരും, ഫുഡുമായിട്ട് ഞാൻ വരും കേട്ടാ. എന്താണ് നമുക്ക് എല്ലാം ഉണ്ട് സംഭവം? പിന്നെ എല്ലാം ഉണ്ട്. എല്ലാ വെറൈറ്റി കോഫികളെല്ലാം എല്ലാം ഉണ്ട്. ക്യാപിച്ചിനോ? കാപ്പി ഒന്നും ചീഞ്ഞിട്ടില്ല, ഉഗ്രം കാപ്പിയാണ്. അങ്ങനെ നമ്മൾ കൊടുക്കുന്നവരുണ്ട്, പക്ഷെ നമ്മൾ ആ ഒരു സ്റ്റാൻഡിലേക്ക് പോകാറില്ല. അതല്ല ചോദിച്ചത്. ക്യാപിച്ചിനോ? ആ കോഫി ഉണ്ടോ ക്യാപിച്ചിനോ? അത്രയും സാധനങ്ങൾ നമ്മൾ ഉപയോഗിക്കാറില്ല. നല്ല 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 സ്റ്റാൻഡേർഡ് സാധനങ്ങൾ നമ്മളോട്. അല്ല, അത് വിട്ടേക്ക്. അതല്ല. ഇപ്പൊ ഞാൻ പറയട്ടെ, ഇപ്പൊ നമുക്ക് സ്പെഷ്യലായിട്ട് എന്താ ഉള്ളത് ഇവിടെ? സ്പെഷ്യലായിട്ട് എല്ലാം ഉണ്ട് സാർ. എല്ലാം ഉണ്ട് ഇവിടെ. എല്ലാം ഉണ്ട്. ഇപ്പൊ നമ്മള് കുഴിമന്തി, അൽഫഹാം, അതുപോലെ തന്നെ ഫിഷ് സ്മോക്കർ, ഒക്കെ എല്ലാം ഉണ്ട്. നമ്മളൊക്കെ മലയാളികളല്ലേ സാർ? അതിനെന്താ? മലയാളികളല്ലേ നമ്മള്. എന്നെ കൊണ്ട് അറബിയൊക്കെ പറയിപ്പിക്കാന്ന് പറഞ്ഞാൽ അത് സുഖമുള്ള പരിപാടികളല്ല. അറബി? ഞാനൊന്നാമത് ഗൾഫിലും പോയിട്ടില്ല, അതിന്റെ ഇടയിൽ അറബിയൊക്കെ പറയും. ഇതിപ്പോ എല്ലാ ജംഗ്ഷനിൽ കിട്ടുന്ന സാധനമാണ് ഞാൻ പറഞ്ഞത്. ആണോ? എന്നാ ഞാനൊന്ന് അന്വേഷിച്ചിട്ട് സാധനം കിട്ടണേ ഞാൻ ഇവിടെ അറേഞ്ച് ചെയ്യും. കാരണം എനിക്ക് ഇതിനെ കുറിച്ച് വലിയ പിടിപാടില്ല. അല്ല, നിങ്ങളൊരു പണി ചെയ്താൽ മതി. നിങ്ങൾ മന്തി ഉണ്ടാക്കിയാൽ മതി. മന്തി ഉണ്ടാക്കാൻ ശ്രമിക്കുക. പിന്നെ അത് തിന്നാണ്ട് ബാക്കി വരുമ്പോ എല്ലാം കൂടി കൊണ്ടുപോയി കുഴിയിലിട്ട് അത് കുഴിമന്തി ആക്കി പിന്നെ അപ്പൊ അങ്ങനെ പഠിക്കാം. ഓക്കെ. ഒരു കട്ടൻ ചായ തരൂ. മറിക്കാത്ത കട്ടൻ ചായ മതിയാ? ഉരുട്ടിയതാ ഞാൻ കൊണ്ടുവരാം. മതി. കട്ടനാണോ? എനിക്കൊരു ഗ്രീൻ ടീ കിട്ടോ? ഇനി അതിനകത്ത് കളറൊക്കെ ചേർക്കണ വലിയ പണിയല്ലേക്കാ. അതല്ല ഞാൻ ചോദിച്ച ഗ്രീൻ ടീ എന്ന് പറയുന്ന അതിന്റെ സെൻസ് പോലും അല്ലേ? ഗ്രീൻ ടീ എന്ന് പറയുന്ന ഒരു ടീ ഉണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഞാൻ നമ്മുടെ ഷെഫിനോട് ചോദിക്കട്ടെ. ഉണ്ടെങ്കിൽ ഞാൻ ഇവിടെ അത് കളറൊന്നും മാറ്റണ്ട. ഇല്ല കളർ മാറ്റാണ്ട് സാധാരണ ഒരു ഗ്രീൻ ടീ തന്നാൽ മതി. ഓക്കെ. അപ്പൊ വന്നതിൽ സന്തോഷം. അപ്പൊ ഞാൻ ഒന്നകത്തേക്ക് നിൽക്കട്ടെ. നിങ്ങളൊക്കെ കണ്ടപ്പോഴേ ഞാൻ ആകെ എക്സൈറ്റഡ് ആയിപ്പോയി. എന്താ വേണ്ടേ? അല്ല, കഴിക്കാനായിട്ട് ചപ്പാത്തി ചിക്കൻ ഉണ്ട്, പൊറോട്ട ബീഫുണ്ട്, ഓംപ്ലേറ്റ് ദോശയുണ്ട്. എന്താ വേണ്ടേ? അങ്ങനെയാണെങ്കിൽ എനിക്കൊരു 2 ചപ്പാത്തി 3. അല്ല, ഇതൊക്കെ ഞാനല്ലേ അങ്ങോട്ട് ചോദിക്കേണ്ടത്? അതെ, നിങ്ങൾ ചോദിക്കണ്ട. എന്താണ് ഇങ്ങനെയൊക്കെ? സാറെന്തോ ഭയങ്കര ടെൻഷനിലല്ലേ? മൊത്തത്തിൽ മാറിപ്പോയതാണ്. എന്താണ് സാറിന്റെ കൺഫ്യൂഷൻ? ഞാനേ എന്റെ കാമുകിയെ ഇന്ന്
ആദ്യമായിട്ട് കാണുകയാണേ. ഓ, ആദ്യമായിട്ട് ഇവിടെ വെച്ചാണ്, നമ്മുടെ കോഫി ഷോപ്പിൽ വെച്ചാണ് കാണുന്നത്. നിങ്ങളുടെ ഈ കോഫി ഷോപ്പിൽ വെച്ചാണ് ഇങ്ങോട്ട് വരാനാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. താങ്ക് യു സാർ. എന്തായാലും നിങ്ങളുടെ ആദ്യത്തെ സമാഗമം നമ്മുടെ കോഫി ഷോപ്പിൽ വെച്ചായതുകൊണ്ട് വളരെയേറെ സന്തോഷം. താങ്ക് യു സോ മച്ച്. അപ്പം അതിന് പറ്റിയൊരു സ്ഥലമാണ് ഇതെന്ന് എല്ലാവരും പറഞ്ഞു. അയ്യോ, ഇത് കപ്പിൾ ഫ്രണ്ട്ലിയാണ്, ഓക്കെയാണ്. അങ്ങനെയാണെങ്കിലേ ഒരു ഉപകാരം ചെയ്യുമോ? എന്താണ്? ദാ ഇരുട്ട് ബാക്കില്ലേ, ആ, അങ്ങോട്ടൊരു ടേബിളും 2 ചെയർ ഇട്ട് തരാമോ? ഞങ്ങൾ അവിടെ ഇരുന്ന് സ്വസ്ഥമായിട്ട് സംസാരിച്ചോളാം. അയ്യോ, അത് പറ്റില്ല സാർ, അത്രയും ഫ്രണ്ട്ലി അല്ല. അല്ലല്ലേ? അല്ല. അങ്ങനെ വാഷിംഗ് ബേസിൻ്റെ അവിടുത്തെ ആ ലൈറ്റ് എപ്പോഴും ഓണാക്കി ഇടുവോ? അതെപ്പോഴും ഓണായിരിക്കുള്ളൂ. ഞങ്ങൾ കൈ ഇടാൻ പോകുമ്പോൾ ഒരു 2 സെക്കൻഡ്സിലേക്ക് ഒന്ന് ഓഫ് ചെയ്ത് തരാൻ പറ്റുമോ? ഇല്ല സാർ, അത് പറ്റില്ല സാർ. 2 ചായ വാങ്ങിച്ചാൽ? ഇല്ല സാർ, പറ്റില്ല സാർ. 3 പൊറോട്ട ഒരു ബീഫ് വാങ്ങിച്ചാൽ? സോറി സാർ, അത് നടക്കാത്ത കേസാണ് സാർ. ഒരു 1,500 രൂപയുടെ പാഴ്സൽ വാങ്ങിച്ചാലോ? സാറേ പറ്റില്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞില്ല, ഇതൊരു സ്റ്റാൻഡേർഡ് ഹോട്ടലാണ്. സ്റ്റാൻഡേർഡ് വിട്ട് നമുക്ക് കളിക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ്. പിന്നെ ഇയാൾ എന്തോ ഫ്രണ്ട്ലിയാന്ന് പറഞ്ഞത്? അല്ല, ഞാനത് മൊത്തത്തിൽ ടോട്ടല് ഒരു കാര്യം പറയാന്ന്. അപ്പൊ ഇന്നാണ് കാണാൻ വരുന്നത്. ആദ്യമായിട്ട് കാണുകയാണ്. സാറിന്റെ പേരെന്താണ്? എൻ്റെ പേര് പിന്നെ ശ്യാംജിത്ത്. അപ്പോ വരാൻ പോകുന്ന പുള്ളിക്കാരുടെ പേരോ? പുള്ളിക്കാരുടെ പേരെന്തോ ഒരെണ്ണം പറഞ്ഞതാണ്, മൊത്തം കിട്ടുന്നില്ല. നമ്മുടെ ഈ മുഖത്ത് വരുന്ന ഒരു സംഭവം ഇല്ല, എന്താണ്? ക്ലാര. ക്ലാര, അതാണ് പേര്. അത് മൊത്തത്തില് വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? ഇല്ല സാറേ, വലിയ പ്രായമൊന്നും സാറിന് തോന്നിക്കില്ല, കുഴപ്പമില്ല. പ്രായം തോന്നിക്കുവോ? അല്ല, ഈ കണ്ണിന്റെ തടത്തിലേക്ക് ഈ കറുപ്പൊക്കെ വീണ് കിടക്കണായിരുന്നേ. അല്ല, അവിടെ കറുപ്പൊന്നും ഇല്ലല്ലോ. എന്താ അത്? എനിക്ക് തോന്നുന്നു മുടി ഡൈ ചെയ്തപ്പോൾ ആ ഡൈ ഒലിച്ചിറക്കിയതായിട്ടേ ഫീൽ ചെയ്യുള്ളൂ. അല്ല, ഞാൻ ഡൈ ചെയ്യാറില്ല, ഇതൊക്കെ നാച്ചുറൽ ആണ്, ഒറിജിനൽ സാധനം. എന്നാലും ഈ ചുളിവിന്റെ ഇടയിലേക്ക് ഈ കറുത്ത കളർ പോയി കഴിഞ്ഞാൽ വീണ് കഴിഞ്ഞാൽ അത് പോകാൻ വലിയ പണിയാണ് സാറേ. ഇയാളൊന്ന് പോയേ, ടെൻഷൻ അടിപ്പിക്കാതെ പൊക്കെ ചെല്ലു. ഓക്കെ സാർ, താങ്ക് യു സാറ്. ഓക്കെ എന്നാലേ, ആ, ഞാൻ കംഫർട്ട് അല്ലേ? ആ. ഓക്കെ സാർ, യു ക്യാരി ഓൺ. ആ, ആയിക്കോട്ടെ. ഓക്കെ, ആ, താങ്ക് യു. പുള്ളിക്കാരി വന്നിട്ടേ ഓർഡർ ചെയ്യുള്ളൂ അല്ലേ? ആ, വരട്ടെ. വന്നിട്ട് 2 പേർ കൂടെ ഒരുമിച്ച് ഓർഡർ Okay, ചെയ്യാം. sir. Okay, sir. ഞാൻ ഓർഡർ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ അവർ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു ഓർഡർ. ഗുഡ് മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ്. മാഡത്തിന്റെ പേര്? ക്ലാര. ദക്ഷിണ കാണാൻ വേണ്ടി വന്നതാണല്ലേ? ഓ, അറിഞ്ഞോ? അതെ അതെ. സംഭവമൊക്കെ ഞാൻ അറിഞ്ഞു. പൊരുത്തപ്പെടാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കുള്ളൂ, എന്നാലും കുഴപ്പമില്ല, പൊരുത്തപ്പെട്ട് പോവുകയായിരിക്കും. ഇതാണ് സാധനം. ഓ, ഹായ് ശ്യാംജിത്ത്. ആ, പോവാനാ. ക്ലാര. ആ, മാഡം, സാറിന് ഭയങ്കര ടെൻഷനാണ്, ആദ്യമായിട്ടാണല്ലോ നിങ്ങളെ കാണുന്നത്. പിന്നെ ഒരു പ്രശ്നമുണ്ട്, വേറെ കുഴപ്പമൊന്നുമില്ല, ഞാനിവിടെ ഉണ്ടല്ലോ, നമുക്ക് ആ ടെൻഷനൊക്കെ മാറ്റിയെടുക്കാം, അത്രേ ഉള്ളൂ. 1 മിനിറ്റ് ഓക്കെ ഓക്കെ. എന്താ സാറ് പറഞ്ഞോളൂ. അതെ, വളച്ചെടുത്ത് ഇത്രയും പരുവത്തിലാക്കി ഇവിടം വരെ എത്തിക്കാമെങ്കിൽ ബാക്കി കാര്യങ്ങളും ചെയ്യാൻ എനിക്കറിയാം. നിന്റെ സപ്പോർട്ടൊന്നും വേണ്ട, ഇയാളൊന്ന് പോയാൽ മതി അവിടെ നിന്ന്. അപ്പൊ ആ പറഞ്ഞത് ഓർഡർ ചെയ്തത് ചെയ്താൽ മതി. ഓക്കെ സാർ, താങ്ക്സ് സാർ. ഓക്കെ, ശരി. സാർ, ഓർഡർ പ്ലീസ്. ഒന്ന് തന്നില്ല. ഓ, പറഞ്ഞില്ലല്ലേ? 2 മറിക്കാത്ത ചായ എടുക്ക്. സാർ, ഇതൊരു സ്റ്റാൻഡേർഡ് ഹോട്ടലാണ്. അല്ലെ, എന്നറിയാം, എനിക്ക് പത പിടിക്കുകയല്ല, അതാ. അങ്ങനെയല്ല, മെനു ഉണ്ടല്ലോ, മെനു നോക്കി ഓർഡർ ചെയ്യാമല്ലോ. ഓ, ഇതൊക്കെ ഉണ്ടായിരുന്നോ? പിന്നെ ശരി. ഇംഗ്ലീഷ്. ഈ സൈഡ് ഇംഗ്ലീഷ് തന്നെയാണ് സാർ, മലയാളത്തിൽ എഴുതിയിട്ടില്ല. ഓക്കെ, നോക്കിയിട്ട് എന്താന്ന് വെച്ചാൽ ഇഷ്ടമുള്ളത് പറഞ്ഞോളൂ. ഓർഡർ ചെയ്തോളൂ. ലേഡീസ് ആണല്ലോ അവര് പറയുന്നത്. ജസ്റ്റ് മിനിറ്റ്. 2 ഫ്രൈഡ് റൈസും 1 തന്തൂരി ചിക്കനും. ഓക്കെ അല്ലേ ശ്യാംജിത്ത്? സാറിനോടാണ്. ആ, ശ്യാംജിത്ത് ഓക്കെ. ശ്യാംജിത്ത് ഓക്കെ. ഓക്കെ ഓക്കെ, അത് മതി. 2 ഫ്രൈഡ് റൈസും ഒരു തന്തൂരി തന്തൂരി ചിക്കൻ. ചിക്കൻ. ഓക്കെ ഓക്കെ സാർ, യു ക്യാരി ഓൺ. ഓക്കെ. ഓക്കെ. ഇന്ന് ഇന്നലെ ഒരുമിച്ച 2 പേരും കൂടെ. അത് വേണ്ട, ആരെങ്കിലും ഒരാൾ ആദ്യം തുടങ്ങാം. Okay. നമുക്ക് ടോയ്സ് ഇട്ട് നോക്കാം. ഓ, ശരി. ഓക്കെ. ഊച്ചാങ്കോല തിര, അത് വേണ്ട. ഡാമ ഡീമ ഡക്ക നക്കടി ഡോക്ക നക്കടി ഡാ സലാം നക്കടി ഡാ തിലക്ക് തുന്നാരെ, അവിടെ തുടങ്ങിക്കും. ഓ, സോ സ്വീറ്റ്. ആണോ? ഓക്കെ. സത്യം പറഞ്ഞ എവിടുന്ന് തുടങ്ങണം, എങ്ങനെ തുടങ്ങണമെന്നൊരു കൺഫ്യൂഷൻ. നമുക്ക് കാലിന്ന് തുടങ്ങാം. ചിക്കൻ ഓർഡർ ചെയ്തിട്ടുണ്ടല്ലോ, ചിക്കൻ വരുമല്ലോ, അത് കാലി കാണുമല്ലോ. ഓ, കാലുണ്ട്. ആ കാലിന്ന് തുടങ്ങാം. നമുക്ക് തുടങ്ങാം. സത്യത്തില് ഇത് സ്വപ്നമാണോ
യാഥാർത്ഥ്യമാണോ എന്ന് എനിക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. എന്നെ ഒന്ന് പിച്ചിക്കേ, പിച്ച്. യാഥാർത്ഥ്യമാണ്, സ്വപ്നമല്ല. കേൾന്ന് പോയേ. ഓക്കെ, യു ക്യാരിയോ. സോറി സാർ, യു ക്യാരി. എന്തായാലും ഇത്രയും പെട്ടെന്നേ ഇങ്ങനെ ഒരു അടാറ് അല്ല, ഒരു ചായ വന്നിരുന്നെങ്കിൽ അത് കുടിച്ചിട്ട് ഒരു കൂളിംഗ് ആയിട്ട് അങ്ങനെ തുടങ്ങായിരുന്നു. ഇത്രയും കാലം ഞാൻ വിവാഹം കഴിക്കാതിരുന്നിട്ട് ഇങ്ങനെ ഒരു കുട്ടിയാണ് എൻ്റെ പ്രണയിനിയായി വരുന്നത് എന്ന് സത്യത്തിൽ എനിക്കത് ഉൾപ്പെടും വിശ്വസിക്കാൻ പറ്റുന്നില്ല. അതായത് ഇത്രയും പെട്ടെന്ന് നമ്മൾ തമ്മിലുള്ളൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടായി. കുട്ടി ഇത്രയും പെട്ടെന്ന് വളയുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. വളഞ്ഞു, നന്നായിട്ട് വളഞ്ഞു. ഇതിന്റെ കാശ് കൊടുക്കണം. സോറി, ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് യു മിസ്റ്റേക്ക്. ശ്യാംജിത്ത്. ശ്യാംജിത്ത്. ക്ലാര. ഓ, എന്നാ? അതെ, തന്തൂരി അടുപ്പ് ചൂടാവാൻ ഇത്തിരി ടൈം എടുക്കും. അപ്പോൾ ലൈറ്റായിട്ട് എന്തെങ്കിലും ഓർഡർ ചെയ്താൽ ഞാനത് കൊണ്ടുവരായിരുന്നു. എന്നാ ചൂട് 2 ബോണ്ട എടുക്ക്. സാറേ, ഇത് സ്റ്റാൻഡേർഡ് ഹോട്ടലാണ്, ബോണ്ടൊന്നുമില്ല. അപ്പൊ സ്റ്റാൻഡേർഡ് ബോണ്ട എടുക്ക്. അല്ല, അങ്ങനെയല്ല, മെനു നോക്കി എന്തെങ്കിലും ഓർഡർ ചെയ്യും മാഡം. എന്നാ പിന്നെ വേറെ എന്തെങ്കിലും നോക്കി പറ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 2 കുബൂസും ഒരു ചിക്കൻ കബാബും. ഓക്കെ അല്ലേ ശ്യാംജിത്ത്? സാറിനോട് ശ്യാംജിത്ത് ഓക്കെ ആണല്ലോ. അപ്പൊ ഈ പറഞ്ഞ സാധനം 2 ഏതാണ്? അപ്പൊ 2 സഹാബ് എടുത്തു. സഖാബല്ല, ചിക്കൻ സഹാബ്. കബാബ്. ആ, എന്നാ വഹാബെങ്കിൽ വഹാബ് ഇഷ്ടമുള്ള എടുത്തു. അത് മതി. ഓക്കെ, അതെടുത്തു. ഓക്കെ, താങ്ക് യു. ഓക്കെ. ഈ പ്രണയം എന്ന് പറയുന്നത് ഞാൻ സത്യം പറഞ്ഞാൽ 2 ഹൈ അങ്ങോട്ട് വിട്ടു, 2 ഹൈ ഇങ്ങോട്ട് വിട്ടു. നമ്മൾ ഇത്രയും പെട്ടെന്ന് ഇങ്ങനെ അടുക്കുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല കേട്ടോ ശ്യാംജിത്ത്. ചായ ആ മെനു ഒന്ന് മാറ്റി. ഇതെന്നെ ഇങ്ങനെ? ഇത് വെള്ളം, ഇത് പാല്, ഇത് പഞ്ചാര, ഇതിനകത്ത് ടീ ബാഗ്, ഇതൊക്കെ ഇട്ടിട്ട് നമ്മൾ തന്നെ മേക്ക് ചെയ്ത് കുടിക്കണം. അപ്പൊ ഞാൻ ഊണ് പറഞ്ഞിരുന്നെങ്കിൽ താനൊരു കലവും കുറെ അരിയും അടുപ്പും എല്ലാം കൂടെ വന്ന് കൊണ്ടുവച്ചിട്ട് സ്വന്തമായിട്ട് വേവിച്ച് തിന്നോണേ എന്ന് പറഞ്ഞേനല്ലോ. അല്ല, ഇതാണ് ഹോട്ടലിന്റെ ഒരു സ്റ്റാൻഡേർഡ് ആണ് സാർ, അതുകൊണ്ടാണ്. അപ്പൊ മനസ്സിലായി സ്റ്റാൻഡേർഡ് എന്താണെന്നുള്ളത്. സ്റ്റാൻഡേർഡ് ഹോട്ടലിലൊക്കെ ഇങ്ങനെയാ. എന്നാ പിന്നെ ഓക്കെ, ചെല്ലു, ഞങ്ങളിത് തന്നെ ഇട്ട് കുടിച്ചോളാം. അപ്പൊ ചിക്കൻ കബാബും കുബൂസും. ഓക്കെ സാർ, ഓക്കെ, താങ്ക് യു. എല്ലാ റെസ്റ്റോറൻറ്റിലും ഇങ്ങനെ ഒരു പ്രശ്നങ്ങൾ കാണും. എന്തായാലും ഞാൻ ഇനി വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറില്ല, ലാഗ് അടിപ്പിക്കുന്നില്ല. ഞാൻ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു പോയി ഭയങ്കരമായിട്ട്, ഭയങ്കര ഒരു എടുക്കടോ കൈ. ഇതെന്താ പെട്ടെന്ന് ഇങ്ങനെയായത്? എടുക്കടോ കൈ. ഡാ ആര്യ ദിവാകര. എന്തോ? താൻ ശ്യാംജിത്ത് അല്ല ദിവാകരനാണെന്നും തനിക്ക് 10-45 വയസ്സുണ്ടെന്നും തനിക്ക് ഭാര്യയും 2 മക്കളുണ്ടെന്നും എല്ലാം അറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. അപ്പൊ എല്ലാം അറിഞ്ഞോ? ആ, ഞാനിത് എങ്ങനെ പറയുന്നു ഒരു വെച്ച് കൺഫ്യൂഷൻ അടിച്ചിരിക്കുവായിരുന്നു. എന്തായാലും എല്ലാം അറിഞ്ഞുകൊണ്ട് വന്ന് എന്നെ പ്രേമിക്കാൻ വന്നതിൽ എനിക്ക് സന്തോഷമായി. അയ്യോ, താൻ എന്താ വിചാരിച്ചത് ഫേസ്ബുക്കിൽ കൂടെ പരിചയപ്പെടുന്ന എല്ലാ പെണ്ണുങ്ങളും മോശക്കാരികളാണെന്നാ? അല്ല, നമ്മൾ ഒരു ഇഷ്ടത്തിന്റെ ഇതൊരു അടിസ്ഥാനരഹിതമാണല്ലോ ഇത്. എന്ത് ഇഷ്ടം? താൻ എന്താ വിചാരിച്ചത്? താൻ ഫേസ്ബുക്കിൽ കൂടെ ഒരു ഹായ് വിടുമ്പോ തന്റെ കൂടെ ഞാൻ അങ്ങോട്ട് ഇറങ്ങി വരുമെന്നോ? അല്ല, ഞാനത് പറഞ്ഞ് വന്നതിന്റെ കാര്യം എന്നാന്ന് വെച്ചാൽ നമ്മളിപ്പോ ഓൾറെഡി ഇഷ്ടപ്പെട്ടു. എന്ത് ഇഷ്ടപ്പെട്ടെന്ന്? ഇഷ്ടപ്പെട്ടല്ല, അല്ല അങ്ങനെ പറഞ്ഞിട്ടതല്ല, അതല്ല. തന്റെ മെസ്സേജിന്റെ റൂട്ട് മാറിയപ്പോ തന്നെ തന്റെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ തപ്പിയെടുത്തതാ. അതെ, തന്റെ ഭാര്യനെ ഞാൻ ഫേസ്ബുക്കിൽ കൂടെ പരിചയപ്പെട്ട് ഞാനും ആ ചേച്ചിയും കൂടെ ഇപ്പൊ നല്ല ഫ്രണ്ട്ഷിപ്പാണ്. ആ ചേച്ചിയോട് ഞാൻ ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട്. ഇരിക്കണോ അവിടെ? ആ ചേച്ചി ഇങ്ങോട്ട് വന്നിട്ട് നിങ്ങളുടെ തോന്നിയാസൊക്കെ എനിക്കൊന്ന് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കണം. ഞങ്ങളുടെ കുടുംബജീവൻ ഞാനൊന്ന് ആലോചിക്കട്ടെ. അല്ല, പറക്കം മുറ്റാത്ത 2 കുഞ്ഞുങ്ങളുള്ള. ഹലോ ക്ലാര. ഹായ്, നമ്മൾ ആദ്യമായിട്ടാ മീറ്റ് ചെയ്യുന്നത്. ചേട്ടൻ ഇവിടെ? നീ എന്നെ ഇവിടെ? ഞാനൊരു ചായ കുടിക്കാനായിട്ട് കയറി വന്നാണ്. ചായ ഓർഡർ ചെയ്ത് അവർ കൊണ്ടുവച്ച് ചൂടായത് കൊണ്ട് ഇച്ചിരി നേരം ഇങ്ങനെ മാറി ഇരുന്നുള്ളൂ. ക്ലാര ഇതെന്റെ ഹസ്ബൻഡാ. അതെ, ഇവിടെ ഒരാളിരിപ്പുണ്ടോ?
അയ്യോ സോറി, ഞാൻ ശ്രദ്ധിച്ചില്ല കേട്ടോ. ഞാൻ ഈ ചായയുടെ ടെൻഷന്റെ ഇടയ്ക്ക് ഇങ്ങനെ ഇത് ഇവിടെ ഇരിപ്പുണ്ടായിരുന്നല്ലേ. പെണ്ണുങ്ങളുടെ മുഖത്ത് നോക്കത്തില്ല. അത് എന്തോ നേരത്തെ തൊട്ടുള്ളൊരു മടിയാണ് എനിക്ക്. ചേട്ടാ ഇതെന്റെ ഫേസ്ബുക്കിലെ ഫ്രണ്ടാ ക്ലാര. അതെ. ഫേസ്ബുക്ക് അതെന്തോ സാധനം? അറിയത്തില്ല. ഇതെന്താ ഫേസ്ബുക്ക് എന്ന് പറഞ്ഞ? ഓ സമ്മതിക്കണോട്ടോ ചേച്ചി, ഇന്നത്തെ കാലത്ത് ഫേസ്ബുക്കും വാട്സാപ്പും ഒക്കെ ഉപയോഗിക്കാത്ത. അതൊന്നും ഉപയോഗിക്കരുത് കേട്ടോ, അതിലൂടെ നമ്മൾ വഴി തെറ്റിപ്പോകും. ഉപയോഗിക്കുകയും എന്റെ ചെയ്യരുത്. ഭാഗ്യം. ചേട്ടാ സമ്മതിക്കണം. 2 എണ്ണം. 2 ചായ. അയ്യോ 2 അല്ല 3 ചായ. ക്ലാര ഇരിക്കുന്ന കണ്ടില്ലേ? അയ്യോ ആ കുട്ടി പറഞ്ഞു വാങ്ങിച്ച് കുടിക്കുകയല്ലേ. എന്റെ വക ചെലവ് പോ ചേട്ടാ. അപ്പൊ 3 ചായ. അല്ല സാറേ, ഇനി ആരെങ്കിലും വരാനുണ്ടെങ്കിലോ അവരൊക്കെ വന്നിട്ട് ഓർഡർ ചെയ്താൽ പോരെ? ഇയാൾ പോയി 3 ചായ എടുത്തച്ചല്. ഓക്കെ സാർ, താങ്ക് യു സാർ. താങ്ക് യു സാർ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഫേസ്ബുക്ക് വാട്സപ്പ് ഇതൊന്നും ഉപയോഗിക്കരുത്, അതിലൂടെ മനുഷ്യൻ ചീത്തയായി പോകും. അതുകൊണ്ടാണ്. എന്നാ പിന്നെ നമുക്ക് ഇറങ്ങാടി. ഈ ചായ പറഞ്ഞില്ലേ? ഓ ചായ പറഞ്ഞായിരുന്നല്ലോ അല്ലേ. കുറെ തിരക്കുകളുണ്ട്. എന്നെ അടിയന്തരമായിട്ടൊരു മീറ്റിംഗ് ഉണ്ട്. അതാ. ഏത് മീറ്റിംഗ്? എന്നോട് പറഞ്ഞില്ലല്ലോ. എടി എന്റെ അമ്മാവന്റെ മോന്റെ അടിയന്തരമാണല്ലോ. ആ സുധാകരന്റെ. സുധാകരൻ അന്ന് നമ്മൾ എല്ലാരും കൂടെ മീറ്റ് ചെയ്യുമല്ലോ. അയ്യോ അത് ഞാൻ മറന്നുപോയി. നീ അത് മറക്കും. എന്നാലും ഒന്നുകൂടെ വിശദമായിട്ട് പരിചയപ്പെട്ടിട്ട് പോയാൽ മതിയായിരുന്നു. അല്ല വേണ്ട, ഞങ്ങൾക്ക് ഇച്ചിരി തിരക്കുണ്ടായിരുന്നു. അയ്യോ ഞാൻ വേറൊരു കാര്യം പറയാൻ മറന്നുപോയി. ക്ലാര, ഈ വരുന്ന 22-ാം തീയതി ചേട്ടന്റെ 53-ാമത്തെ പിറന്നാളാ. 53? അതെന്നാന്നറിയാം, അന്നത്തെ കാലത്ത് സ്കൂളിൽ ചേർക്കാൻ നേരത്ത് അമ്മ ചുമ്മാ വെറുതെ 10-15 വയസ്സ് കൂട്ടിയിട്ട് അങ്ങ് പറഞ്ഞതാ. അത്രേ ഉള്ളൂ. അമ്മ ഒരു പൊങ്ങച്ചക്കാരിയാണ്. അങ്ങനെയാ 53 വരെ എത്തിയത്. ഒന്നുമല്ല, 60-ന് ഞാൻ വിളിക്കും. വരണം, തീർച്ചയായിട്ടും വരണം. ഈ ബർത്ത്ഡേക്ക് എന്തായാലും ഞാൻ വരും. ചേട്ടന് ഞാൻ നല്ലൊരു സമ്മാനം തരും. തിരക്കെന്തെങ്കിലും കാണുമല്ലോ. എന്നാ പോവാൻ ചേട്ടാ. അല്ല എന്നാ പിന്നെ നമുക്ക് ഇറങ്ങിയേക്കാം. പോട്ടെ ക്ലാര. ശരി, ശരി, കാണാം. ഓക്കേ, ബൈ. പ്ലീസ് ഞാൻ വരുവാ. നീ അങ്ങോട്ട് നിന്ന് ഞാൻ ആ ചായയുടെ കാശ് കൊടുത്തു. കൊടുത്തിട്ട് വേഗം വാ. വളരെ പറഞ്ഞത് കേട്ടിന് മര്യാദയ്ക്ക് ജീവിച്ചോണം. മനസ്സിലായി. വളരെ ഉപകാരം. നിങ്ങളിപ്പോ പറഞ്ഞിരുന്ന എന്റെ കുടുംബജീവിതം തകർന്നു പോയെന്നെ. എനിക്ക് ആരുടെയും കുടുംബജീവിതം തകർക്കണമെന്നില്ല ഏട്ടാ. പ്ലീസ് എന്തായാലും ഒന്നും പറയാതിരുന്നില്ല. എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്, താങ്ക്സ് ഉണ്ട്. ഞാൻ മര്യാദക്ക് ജീവിച്ചോണം. ഇനി തൊട്ട് ഞാൻ മര്യാദക്കാരനാണ്. ഇങ്ങനെയുള്ള യാതൊരു ശല്യങ്ങളും ഒന്നുമില്ല. ആ ഭാര്യനെ മക്കളെ നോക്കി തീർച്ചയായിട്ടും നല്ലൊരു ഭാര്യയാണ് അവള്. അവളെയും കുഞ്ഞുങ്ങളെ നോക്കി ഞാൻ കുടുംബത്തിൽ തന്നെ അറിയാലോ. തീർച്ചയായിട്ടും. എന്തായാലും എന്നോട് ഇങ്ങനെ ഒരു മനോഭാവം കാണിച്ചതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അപ്പൊ ഓക്കെ, സന്തോഷമായിട്ട് ശരി. പിന്നെ മനുഷ്യന്റെ മനസ്സാണ് എപ്പോൾ വേണേലും ചാഞ്ചാട്ടം ഉണ്ടാകാം. അങ്ങനെ എന്തെങ്കിലും ഒരു ചാഞ്ചാട്ടം ഉണ്ടാകുകയാണെങ്കിൽ ഒരു ഹൈ ഇങ്ങോട്ട് ഇട്ടാൽ മതി. എവിടെയാണെങ്കിലും ലോകത്തിന്റെ ഏത് ഭാഗത്താളും ഞാൻ പറന്നെത്തിക്കോളാം.